വിശേഷം സുഖാണല്ലോ അല്ലേ? ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഒരു ടൂർ പോയതാ. പിന്നെ പൂതി വെച്ചതായിരുന്നു കേട്ടോ, കുറേ കാലത്തിന് ശേഷം മൈസൂരൊന്ന് പോകണം. എനിക്കത് കാണാൻ നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. മൈസൂർ എങ്ങനെ പോകണം, മൈസൂർക്ക് പോകണം. മൈസൂർ എങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയും, മൈസൂർ പോയി എന്നാ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്താന്ന് പോയി കാണണം എന്നുള്ള ആഗ്രഹം നല്ലോണ്ടായി. അതിപ്പോൾ സാധിച്ചു കേട്ടോ. ഞാനിപ്പോൾ രണ്ടാഴ്ച മുന്നേ ഞാൻ മൈസൂർ ടൂർ പോയിട്ടോ. അതിലെല്ലാ ആൾക്കാരാട്ടോ, കുട്ടികളാണ്, ഓലൊക്കെ കുട്ടികൾ കൂടെ ഉള്ള കുട്ടികളാണ് ഈ കളിക്കണമൊക്കെ. പിന്നെ അപ്പോൾ നല്ല ഉഷാറായിരുന്നു. ഒരുപാട് കാണാനുണ്ട് മൈസൂർ. അടിപൊളി ഇതൊക്കെ കണ്ട് നല്ല എല്ലാം കണ്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഞങ്ങൾ കുറച്ച് ആൾക്കാർ പോയി. ബസ്സിൽ പോയത്, ഞാൻ ബസ്സിലേ പോയത്. ബസ്സും ഉണ്ടായിരുന്നു, സ്കൂട്ടി ഉണ്ടായിരുന്നു, കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ എല്ലാവരും ടൂറൊക്കെ പോയി വന്ന് കണ്ട് അടിച്ച് പൊളിച്ചിട്ടോ. സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷമായി. കാണാത്ത സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ കാണാനെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കാണ് കയറി കണ്ടാൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ. ഞാനതൊന്നും ഒരിക്കലും കാണുമെന്ന് കരുതിയിട്ടില്ല. അങ്ങനെ എനിക്ക് സുഖമില്ലായിരുന്നു കേട്ടോ, തലവേദനയും പനി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടിയാണ് ഞാൻ പോയത് കേട്ടോ. ഒന്നും നോക്കാതെ പനിക്കൊരു ഗുളികയും കുടിച്ചാണ് പോയി. എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കി മക്കളെ, സൂപ്പറാട്ടോ. പിന്നെ ഇത് ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ഒരുപാട് കാണാണ്ടല്ലോ. അത് കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ സ്റ്റെപ്പ് വീൽച്ചെയറോട് ഇങ്ങനെ പൊക്കി കയറ്റാണ് കേട്ടോ. കയറ്റുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ അങ്ങനെ കയറിപ്പോയിട. സ്റ്റെപ്പ് കയറാൻ വയ്യല്ലോ, അപ്പോൾ സ്റ്റെപ്പ് കയറി ഓരോരുത്തർ ഇങ്ങനെ കയറ്റി പോവുകയാണ്. ഇൻഷാല്ലാ ഞാനതിൻ്റെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടോ. അപ്പോൾ എന്നാലും ഒരുപാട് കാണാനുണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട്. സ്റ്റെപ്പ് കയറി പോകണം. അതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ള് സ്റ്റെപ്പാണ്. അവിടെയൊക്കെ വീൽച്ചെയർ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി എല്ലാവരും കാണിച്ചു. ഏതായാലും ഒരുപാട് കാലത്തിന് ശേഷമല്ല എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്, മൈസൂർ പോകണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അത് പോയി കണ്ടു. ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ നമ്മളവിടെയൊക്കെ പോയാൽ തന്നെയല്ലേ കാണുള്ളൂ. ഇതൊന്നും പിന്നെ ആനനൊക്കെ നമ്മൾ പിന്നെ എങ്ങനെയും കാണും. നാട്ടുകൂടിയൊക്കെ നടന്നാലും ആനനെ കാണും. ആനനില്ലാത്ത മൃഗങ്ങളൊക്കെ നമ്മൾ കാണാൻ അവിടെയൊക്കെ പോവുക തന്നെ വേണം. ഒരുപാട് മൃഗങ്ങളെയും കണ്ടു. അതുപോലെ എന്താ പറയുക, ഒരുപാട് വലിയ വലിയ മൃഗങ്ങളൊക്കെ കണ്ട്. ശരിക്കും ഞങ്ങൾ പോയപ്പോൾ തന്നെ ആ കാട്ടുകൂടി ഇങ്ങനെ പോയപ്പോൾ തന്നെ കുറേ കണ്ടിരിക്കണം. മാനെ, അതുപോലെ ഇങ്ങനെയൊക്കെ ആനകളെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ചെന്നാൽ തന്നെ ഇങ്ങനത്തെ ഓരോ ഇത് കാണാമല്ലോ അല്ലേ. ഒരുപാട് ജന്തുക്കളെ തന്നെ കാണാം. ഇങ്ങനത്തെ ഓരോ ജന്തുക്കൾ പേടിയാവും. പിന്നെ പുലിനെയൊക്കെ പുലി, സിംഹമൊക്കെ അങ്ങനെ അറളണ കണ്ടിട്ട് പിന്നെ പേടിയാവും. അതിൻ്റെ അരളക്കരച്ചിൽ ഇങ്ങനെ കേട്ടാൽ നമ്മൾ അവിടുന്ന് വേഗം പോരും. എനിക്കതൊക്കെ പേടിയായിട്ടോ. സത്യം പറഞ്ഞാൽ അതൊക്കെ ആദ്യമായിട്ട് കാണില്ല നമ്മൾ. ഞാനാദ്യമായിട്ട് കാണാം കേട്ടോ. നിങ്ങളൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടാവും എല്ലാവരും എന്ന് കരുതണം. മൈസൂരൊക്കെ പോയി ഒന്ന് അടിച്ച് പൊളിച്ച് വന്നിരിക്കുക കാര്യങ്ങളൊക്കെ. ഞാനിതൊക്കെ അത്ഭുതമായിട്ടോ എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ. ഇത് ഞങ്ങൾ ആ റോട്ടിൽ കൂടി ഇങ്ങനെ വീൽച്ചെയറും ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഞാനിനി ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ വരും കേട്ടോ. ഇനിയാണ് ഞാനിതാ ആ റോസ് കേട്ടോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോയി കാട്ടുകൂടി ഇങ്ങനെ പോവുക. ഒരുപാട് മാൻകുട്ടികൾ അവിടെ കണ്ടോ. അതാ പൊട്ടാമസ്. അങ്ങനെയല്ല, ഞങ്ങൾ ചോറുന്നാൻ വേണ്ടി ബസ് നിർത്തി കൊടുത്ത് ചോറുന്ന കേട്ടോ.
ചോറുണ്ണാൻ വേണ്ടി ബസ് നിർത്തിയെടുത്ത് ഞങ്ങളെല്ലാവരും വരിക്കിരുന്ന് ചോറുണ്ണാണ്. ഇതൊക്കെ ഞാനുണ്ട്, ഞാൻ എവിടെയോ പോയി ഒന്ന് ഒളിച്ചിരിക്കുക. അതുകൊണ്ടുണ്ട് എന്നെ കാണുന്നില്ല. അതിൽ കൂട്ടുകാരൊക്കെ കാണുന്നതാണ്, കൂട്ടുകാരത്തികളൊക്കെ കാണുന്നതാണ്. ഒരുപാട് ആളുണ്ട്. രസമായിരുന്നു. എന്തായാലും അടിപൊളിയായ ടൂറ് ഞങ്ങളുടെ. വളരെയധികം സന്തോഷം. എനിക്കൊക്കെ പനിയൊക്കെ അതിൽ പോയി എന്നറിയില്ലായിരുന്നു. അങ്ങനത്തെ നല്ല ഉഷാറായിരുന്നു. ഒരുപാട് ആൾക്കാർ കൂടി പോകുമ്പോൾ തന്നെ രസമില്ല. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ അത്ര ഇത് തോന്നില്ലല്ലോ. ഞാനൊക്കെ പോയത് തന്നെ ഇതൊക്കെ. പിന്നെ ഓരോന്നും ഇങ്ങനെ കാണുന്നു. പിന്നെ